കേരളത്തിലെ മറഞ്ഞിരിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒരു സ്ഥലത്തിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഇടയ്ക്കൊന്ന് കയറി വരും. വന്നിട്ട് കുറച്ച് ഫോട്ടോസും റീൽസും ഇട്ടിട്ട് ഒരു പോക്കങ്ങ് പോകും. സോഷ്യൽ മീഡിയ കത്തിച്ചിട്ടായിരിക്കും പോകുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥലമുണ്ട് നമ്മുടെ ഇടുക്കി ജില്ലയിൽ. ആ ഒരു സ്ഥലത്തിൻ്റെ മുന്നിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. സ്വാഗതം. ഇടുക്കി ജില്ലയിൽ മറഞ്ഞിരിക്കുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് ഒരു യാത്ര പോകാം. അപ്പോൾ നമ്മളുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. കടന്നു വരുന്ന ഏതൊരു വ്യക്തിയെയും ആദ്യം സ്വാഗതം ചെയ്യുന്നത് ഈ രണ്ട് സൈഡിലും നമ്മൾ കാണുന്ന ഈ തേക്കിൻ്റെ കാടുകളാണ്. അതിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. പറഞ്ഞു വരുമ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരാണ് മലയിഞ്ചി. ഇടുക്കി ജില്ലയിലെ ഈ കാടിനെ പറ്റി ആദ്യമായിട്ടായിരിക്കാം നമ്മളൊക്കെ കേൾക്കുന്നത്. കാരണം പ്രകൃതി കാടിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു സുന്ദര ഗ്രാമമാണ് മലയിഞ്ചി. അപ്പോൾ മലയിഞ്ചിയിലേക്കാണ് ഇന്നത്തെ യാത്ര. ഈ പോകുന്ന വഴിക്ക് എൻ്റെ രണ്ട് സൈഡിലും മനോഹരമായ തേക്കിൻ്റെ കാടുകളാണ്. അതിനിടയിലൂടെയാണ് നമ്മളിങ്ങനെ പോകുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം. പ്രകൃതി രമണീയതൊക്കെ കൊണ്ട് ഒത്തിരി നല്ല രസമാണ് ഈ കാടിനുള്ളിലൂടെ ഇങ്ങനെ പോകാൻ. അപ്പോൾ ഇതാണ് ഇടുക്കി ജില്ലയിലെ മറഞ്ഞിരിക്കുന്ന മലയിഞ്ചി എന്ന ഗ്രാമത്തിൻ്റെ കവാടം എന്ന് പറയുന്നത്. കാടിനുള്ളിലൂടെയുള്ള യാത്ര മനസ്സിന് കുളിർമ നൽകും. ഏറ്റവും അധികം ഇഷ്ടമാകുന്നതും കാട്ടിലൂടെയുള്ള യാത്ര തന്നെയാണ്. അപ്പോൾ ഗൂഗിൾ മാപ്പിൽ നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടത് മലയിഞ്ചി ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞ് വേണം സെർച്ച് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ ആ ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് എത്തിച്ചേരുകയാണ്. നമ്മൾ കുറേ ദൂരം മുന്നോട്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു വഴിയുണ്ട്. ആ വഴിയിലൂടെ മെല്ലെ നമ്മൾ താഴേക്ക് ഇറങ്ങണം. ഈ ഒരു സ്ഥലത്ത് നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് മലയിഞ്ചി എന്ന സ്ഥലത്തെ പ്രകൃതി തന്നെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മലയിഞ്ചി ടൂറിസ്റ്റ് സ്പോട്ട് എന്നറിയപ്പെടുന്ന സ്ഥലം. പ്രകൃതിയുടെ ഒരു ഭംഗി തന്നെ ഒരു ക്യാൻവാസിൽ ഒപ്പിയെടുക്കാൻ പറ്റുന്ന ഒത്തിരി നിമിഷങ്ങളാണ് ഈ ഒരു സ്പോട്ടിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒത്തിരി സഞ്ചാരികളൊന്നും ഇവിടെ കടന്നു വരാത്തത് കൊണ്ട് തന്നെ പ്രകൃതി അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. അങ്ങ് ദൂരെയായിട്ട് നമുക്ക് റബ്ബർ തോട്ടങ്ങൾ കാണാം. അതിൻ്റെ അപ്പുറത്തായിട്ട് കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. വലിയ മരങ്ങളും അതിനിടയിലൂടെ ഒഴുകുന്ന പുഴയും ആദ്യ കാഴ്ചയിൽ തന്നെ സഞ്ചാരികളെ ആകർഷിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ മലയിഞ്ചി എന്ന ഗ്രാമത്തിലെ ഹിഡൻ സ്പോട്ടിലെ കാഴ്ചകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. സ്വാഗതം മലയിഞ്ചി എന്ന ഗ്രാമത്തിലെ കാണാ കാഴ്ചകളിലേക്ക്. അപ്പോൾ ഇതാണ് മലയിഞ്ചി എന്ന ഗ്രാമത്തിനുള്ളിൽ പ്രകൃതി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന
അതിസുന്ദരമായ ഒരു ഹിഡൻ സ്പോട്ട് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങ് ദൂരെ നമുക്കൊരു കോൺക്രീറ്റ് പാലം കാണാനായിട്ട് സാധിക്കും മരങ്ങൾക്കിടയിലൂടെ. അതിനടിയിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകുന്ന ഒരു കാഴ്ചയും. അപ്പോൾ ആദ്യത്തെ കാഴ്ചയിൽ തന്നെ സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് മലയിഞ്ചി എന്ന് പറയുന്നത്. ഇവിടെ നിന്നുള്ള കാഴ്ചകൾക്ക് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. മലയിഞ്ചി എന്ന ഗ്രാമത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരാം? തൊടുപുഴ ടൗണിൽ നിന്ന് 24 കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് മലയിഞ്ചി എന്ന ഗ്രാമത്തിൽ, പ്രകൃതി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ ഗ്രാമത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. അപ്പോൾ തൊടുപുഴ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് ഇങ്ങോട്ടുണ്ട്, ഈ ഒരു സ്ഥലത്തേക്ക് ഉണ്ട്. ആൾബഹളവും വാഹനത്തിരക്കും തീരെ കുറഞ്ഞ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ മലയിഞ്ചി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലുകളോ മറ്റ് ഗാർബേജുകളോ ഒന്നും ഇവിടെ വലിച്ചെറിയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം കാടിനുള്ളിൽ പ്രകൃതി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു സ്ഥലം അത്രയ്ക്ക് മനോഹരമാണ്. അപ്പോൾ നമ്മൾ ഇത് വന്ന് കണ്ട് ആസ്വദിച്ച് കുറച്ചു നേരം പ്രകൃതിയോടൊത്ത് ചിലവഴിച്ചതിന് ശേഷം സന്തോഷകരമായിട്ട് മടങ്ങിപ്പോകാനായിട്ട് ശ്രദ്ധിക്കുക. ദയവായിട്ട് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, പ്ലാസ്റ്റിക് പേപ്പറുകൾ അതൊന്നും വലിച്ചെറിയാതെ പ്രകൃതിയെ അങ്ങനെ തന്നെ സംരക്ഷിക്കാനും കൂടി ശ്രദ്ധിക്കണേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ മലയിഞ്ചി എന്ന ഗ്രാമത്തിലേക്ക്, ഇടുക്കി ജില്ലയിലെ മലയിഞ്ചി എന്ന ഗ്രാമത്തിലേക്ക് ഒരു ദിവസമൊക്കെ നമുക്ക് വന്ന് ചെലവഴിക്കാൻ പറ്റിയ, ഫാമിലി ആയിട്ടൊക്കെ വന്ന് ചെലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ മലയിഞ്ചി എന്ന് പറയുന്നത്. അപ്പോൾ ഒത്തിരി ആൾക്കാർ ഈ സ്ഥലമൊക്കെ വന്ന് കാണാനായിട്ട് ശ്രദ്ധിക്കുക. അത്രയ്ക്ക് മനോഹരമാണ് പ്രകൃതിയുടെ ഓരോ കാഴ്ചകളും എന്ന് പറയുന്നത്. മലയിഞ്ചി ഗ്രാമത്തിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. കുറച്ചു നേരമെങ്കിലും പ്രകൃതിയോടൊത്ത് ചിലവഴിക്കാൻ സാധിച്ചു എന്ന സന്തോഷത്തോടു കൂടി മലയിഞ്ചി എന്ന സുന്ദര ഗ്രാമത്തിൽ നിന്ന് ഞാൻ തിരിച്ച് യാത്ര തുടങ്ങി. അപ്പോൾ വീണ്ടും മറ്റൊരു യാത്രാ കാഴ്ചകളുമായി കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി.